അമിതാഭ് ബച്ചന്റെ സോഷ്യൽ മീഡിയയിലെ പുതിയ പോസ്റ്റ് വീണ്ടും അഭ്യൂഹങ്ങൾക്ക് തിരി തെളിയിച്ചിരിക്കുകയാണ്. അന്തരിച്ച പിതാവ് കൃഷ്ണരാജ് റായിയെ അദ്ദേഹത്തിന്റെ ജന്മവാർഷികത്തിൽ അനുസ്മരിക്കുവാനായി ഇൻസ്റ്റാഗ്രാമിൽ നിരവധി ചിത്രങ്ങളാണ് നടി പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതോടെയാണ് ഈ പുതിയ പോസ്റ്റ് മുൻ ലോകസുന്ദരി ഭർത്താവ് അഭിഷേക് ബച്ചനുമായി വേർപിരിയുന്നു എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ വീണ്ടും ഉയർന്നു വരാൻ കാരണമായിരിക്കുന്നത്. മകൾ ആരാധ്യയ്ക്കും അച്ഛനുമൊപ്പം പോസ്റ്റ് ചെയ്യുന്ന 2 പഴയ ഫോട്ടോകളാണ് ഐശ്വര്യ പങ്കുവച്ചിട്ടുള്ളത്. കൂടാതെ അടുത്തിടെ എടുത്ത മകളുടെയും അമ്മയുടെയും ഒപ്പം അന്തരിച്ച പിതാവിന്റെ ഫോട്ടോ ഫ്രെയിമിനൊപ്പവും പോസ്റ്റ് ചെയ്യുന്ന ചിത്രവും ഐശ്വര്യ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഡാഡി അജ്ജ, നിങ്ങളെ ഞാൻ എന്നും സ്നേഹിക്കുന്നു. ഏറ്റവും സ്നേഹമുള്ള, ദയയുള്ള, കരുതലുള്ള, ശക്തനും ഉദാരമനസ്കനും നീതിമാനുമായിരുന്നു നിങ്ങൾ. നിങ്ങളെപ്പോലെ ആരും ഒരിക്കലും ഇനി ഉണ്ടാകില്ല എന്ന് അടിക്കുറിപ്പോടെയാണ് താരം ഈ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ഞങ്ങൾ താങ്കളെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്നും പോസ്റ്റിലുണ്ട്. ഇതോടെ ഐശ്വര്യ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ആരാധകരുടെ 100 കണക്കിന് കമന്റുകളാണ് എത്തുന്നത്. പ്രിയപ്പെട്ട ആഷ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ആരാധ്യയ്ക്കും അഭിഷേകിനുമൊപ്പം ഫോട്ടോയൊന്നും പോസ്റ്റ് ചെയ്യാത്തതെന്നും നിങ്ങളുടെ കുടുംബ ഫോട്ടോകൾ വളരെ കുറവാണെന്നും അതിനാൽ നിങ്ങൾ പിരിഞ്ഞുവെന്നാണോ അർത്ഥമെന്നും തുടങ്ങി നിരവധി കമന്റുകളാണ് വരുന്നത്. അതേസമയം ബോളിവുഡ് മാധ്യമങ്ങളും ഇത് ചർച്ചയാക്കിയിരിക്കുകയാണ്. പല കമന്റുകളും സത്യമാണ് എന്നാണ് ബോളിവുഡ് മാധ്യമങ്ങളും പറയുന്നത്. കാരണം അഭിഷേകിനൊപ്പമുള്ള ഫോട്ടോകൾ ഐശ്വര്യ പോസ്റ്റ് ചെയ്തിട്ട് കുറെ കാലമായി. മാത്രമല്ല അടുത്തിടെ ബോളിവുഡിലെ ദീപാവലി പൂജ പാർട്ടികളിൽ ഐശ്വര്യയും അഭിഷേകിനെയും ഒന്നിച്ച് കണ്ടിരുന്നില്ല. കൂടാതെ പാരീസിൽ ഫാഷൻ വീക്കിൽ അടക്കം സജീവമായിരുന്ന ഐശ്വര്യ അവിടെയെല്ലാം എത്തിയത് മകൾ ആരാധ്യയ്ക്ക് ഒപ്പമായിരുന്നു. ഇതിനു പിന്നാലെ അമിതാഭ് ബച്ചന്റെ ജന്മദിനത്തിനെടുത്ത കുടുംബ ഫോട്ടോയിൽ ജയാ ബച്ചൻ അടക്കം മറ്റു കുടുംബാംഗങ്ങളെയെല്ലാം ഐശ്വര്യ ക്രോപ്പ് ചെയ്ത് കളഞ്ഞ് ഫോട്ടോ ഇട്ടതും ഏറെ വാർത്തയായിരുന്നു. ഇതെല്ലാം ചേർത്താണ് ഇപ്പോൾ ഐശ്വര്യ റായ് അഭിഷേകുമായി പിരിയുകയാണ് എന്ന അഭ്യൂഹം ശക്തമാവുന്നത്. എന്നാൽ ഇവയെല്ലാം കിംവദന്തികൾ മാത്രമാണെന്നും ഇതിന് സ്ഥിരീകരണമൊന്നുമില്ലല്ലോ എന്നുമാണ് ഇപ്പോഴും ഐശ്വര്യയുടെ ചില കടുത്ത ആരാധകർ പറയുന്നത്.